പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമ്മുടെ ചിന്ത ഡ്യൂട്ടി ഫ്രീ ചാനലിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം. ഞാൻ അനീഫ കട്ടുപാറ. ഞാനൊരു വീഡിയോ കളിക്കാം, അപ്പം നിങ്ങൾ കാണിക്കുന്നത് അതിനെക്കുറിച്ച് പറയാം. ഞാനും തന്നെ അത് 2-3 പ്രാവശ്യം നല്ല പുഞ്ചിരി മുഖത്തോടെ നല്ല മനം കുളിർത്തുകൊണ്ട് പല ആവർത്തി ഞാൻ ആ വീഡിയോ കണ്ടു. എന്തൊരു കുളിര് കണ്ടു, മനസ്സിനൊരു കുളിര്, നമ്മുടെ ഉള്ളിലുള്ളൊരു ആകാംക്ഷയും ആവേശവുമാണ്. വീഡിയോ ഒത്തിരി പഴയതാണ്, എന്നാലും ഞാനത് കണ്ടുകൊണ്ട് നിങ്ങൾ വിലയിരുത്തി നമ്മുടെ ആഗ്രഹം ഒന്ന് നിങ്ങളെ കാണിക്കും. ആഗ്രഹമുണ്ട്. ഇവിടെ മുസ്ലിംകളും പണ്ഡിതന്മാർ പ്രത്യേകിച്ചും 2 വിഭാഗമായി പോകാൻ പാടില്ല എന്നും എല്ലാവരും യോജിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണ് രാജ്യത്തിൻ്റെയും ജനങ്ങളുടെയും നന്മയെന്നും ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് എനിക്കതിൽ വളരെയധികം ആഗ്രഹമുണ്ട്. സമസ്തയുടെ ജമിയത്തുലമ യോജിപ്പിന് തയ്യാറാണെന്നാണ്. അത് യോജിപ്പിന്റെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളത് ലയന രൂപത്തിലോ അല്ലെങ്കിൽ പൊതു മേഖലയിലുള്ള യോജിപ്പോ അതെന്തോന്നുള്ളത് പിന്നെ കൂടി ആലോചിക്കേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് സമസ്തയുടെ ജമിയത്തുലമ ഇപ്പൊ AP അബൂബക്കർ മുസ്ലിയാരുടെ ആ പ്രസ്താവനയെ നമ്മൾ ഉൾക്കൊള്ളുന്നു. എല്ലാ നിലക്കും നമ്മൾ അതിന് വേണ്ട എല്ലാ വിട്ടുവീഴ്ചയൊക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. ആ നിലക്ക് നമ്മൾ അതിന് തയ്യാറാണെന്നാണ്. നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ മലയാള മണ്ണിൽ നമ്മൾ ഈ തലമുറക്ക് മുമ്പുള്ളവർക്ക് അറിയാത്ത ഒന്നാണ്, അല്ലെങ്കിൽ അതിന് മുമ്പുള്ള തലമുറക്ക് അറിയാത്ത ഒന്നാണ്. നമ്മുടെ നേതാക്കളായ 2 പണ്ഡിതന്മാർ, 2 പേരുടെയും മഹാന്മാർ, 2 പേരുടെയും അബൂബക്കർ മുസ്ലിയാർ. അത് ഒരാൾ അല്ലാഹുവിൻ്റെ പേടിക്ക് ഉത്തരം നൽകി, ഒരാളിന്ന് നേതൃത്വം നൽകുന്നു. അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കട്ടെ. ഇവിടെ 2 പേരും അബൂബക്കർ മുസ്ലിയാർ. ഒരാളെ AP എന്ന് വിളിപ്പവും ഒരാൾ EK എന്ന് വിളിപ്പവും. അള്ളാഹു തുബുറല്ലാഹും ഉസ്താദ് AP ഉസ്താദിൻ്റെ മറ്റേ EK ഉസ്താദിന് അള്ളാഹു മൗഫറത്തും മർഹമത്തും നൽകുമാറാവട്ടെ. അപ്പോൾ ഇവിടെ ഈ ഒരുമ, ഇത് AP EK എന്നുള്ള മുൻപ് തലമുറകൾക്കോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള തലമുറകൾക്ക് അറിയാത്തൊരു സുന്നികളുടെ 2 അങ്ങനെ വിപുലീകരിച്ച് 2 വലിയ പാർട്ടികൾ. ആശയത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ട്, ആദർശത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ട്, ഖുത്ബയിൽ എന്തെങ്കിലും മാറ്റമുണ്ട്? ഒരു മാറ്റവുമില്ല. എന്തോ പല ഒരു ഈഗോ എന്നാണ് അങ്ങനെ പറയാം. അങ്ങനെ രൂപീകൃതമായൊരു സംഘടന ഇന്ന് സുന്നികളുടെ അനൈക്യം കാരണം 2 ധ്രുവങ്ങളിലാണ്. ഒരേ ആശയം, ഒരേ അജണ്ട, ഒരേ ഈമാൻ, ഒരേ എല്ലാം, ഒന്നിനും മാറ്റമില്ല. ഒരേ മൗലൂദ്, ഒരേ റാത്തീബ്, ഒരേ ഖുത്ബ, എല്ലാം ഉണ്ട്. ഒരാശയങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. 2 കൂട്ടരുടെയും ഈ ഒരുമ 2 നേതാക്കളും എന്ന് പറയുന്നുണ്ടെങ്കിലും എവിടെയാണ് ഇതിന് ഭംഗം, എവിടെയാണ് ഇതിന് കോട്ടം? അണികളുടെ കയ്യിൽ. നേതാക്കൾക്ക് ആഗ്രഹമുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായ ഒരു ഉള്ളിലെ ആകാംക്ഷ നിങ്ങളോട് തുറന്നു കാണിക്കട്ടെ. മഹാനായ AP ഉസ്താദ് പ്രായമായ രോഗശയ്യയിലാണ്, പ്രായത്തിൻ്റെ ആ ശയ്യതയുണ്ട്. അതാ ദീർഘായുസ് കൊടുക്കട്ടെ, ആഫിയത്ത് കൊടുക്കട്ടെ. ഒരാൾ പോയി, ഈ AP ഉസ്താദ് അവർ ദീർഘായുസ് കൊടുക്കട്ടെ. ഈ ലോകത്തിന് വിട പറയുന്നതിന് മുമ്പെങ്കിലും നമുക്ക് ഈ ആഗ്രഹം സഫലീകരിക്കും. അതിന് നമ്മളാലാകുന്ന, നമ്മളാൽ കഴിയുന്ന ഒരു റിക്വസ്റ്റോ എന്തെങ്കിലും ഒരു പ്രചോദനമോ പ്രബോധനമോ നമ്മളാൽ കഴിയുന്നത് ചെയ്യും. ഇതൊന്നായി കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങൾ, ഞാനും പറഞ്ഞ മനം കുളിർക്കും നമുക്ക്. ഇത് ഈ മുൻ തലമുറകൾ കേൾക്കാത്ത ഒന്നാണ്. അന്നുള്ള 1000 ആളുകൾ, അന്ന് ഈ 1000 ആളുകൾ ഒന്നായിരുന്നു. ഇന്ന് 1000 ആളുകൾ 500, 200 ഈ തലമുറയിൽ. ഇപ്പോൾ EK അബൂബക്കർ മുസ്ലിയാർ, AP അബൂബക്കർ മുസ്ലിയാർ അവർ ജനിക്കുന്നതിന് അതിന് മുമ്പുള്ള സംഘടനകളില്ലേ. പക്ഷെ അന്ന് സുന്നികൾ എന്നുള്ള ഒരു സംഘടനയായിരുന്നു. ഈ ഐക്യത്തിന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴുള്ള അനൈക്യത്തിന് ഒരുമിക്കാതിരിക്കാൻ കാരണങ്ങൾ എന്താണെന്ന് ചിന്തിക്കുന്നു. കാരണം 2 കൂട്ടരുടെയും അധീനതയിൽ, 2 നേതാക്കളുടെയും അധീനതയിലുള്ള ഒട്ടനവധി ശൃംഖലയാണ്. അതിൽ പിന്നെ സന്നദ്ധ സംഘടനകളായാലും സന്നദ്ധ പ്രവർത്തനങ്ങളായാലും ഒട്ടനവധി മേഖലകളിൽ 2 കൂട്ടരും കൈവച്ചു. ഇത് ഒരുമിച്ചാൽ അതിൻ്റെ ക്രോഡീകരണം, അതിനൊക്കെ ഒരുപാട് എന്തോ അതുകൊണ്ടായിരിക്കുമോ ഈ ഒരുമക്കാരും മുൻകൈ എടുക്കാത്തത്. അപ്പം നമ്മളാൽ കഴിയുന്നത് പറഞ്ഞ പോലെ, ഉണ്ണിയെ കൊണ്ട് പറയും പോലെ ഇതിൻ്റെ എഴുത്തിലൂടെയോ വായനയിലൂടെയോ അല്ലെങ്കിൽ
പ്രഭാഷണത്തിലൂടെയോ പ്രബന്ധത്തിലൂടെയോ ഈ ഒരുമക്ക് നമ്മൾ കഴിയുന്നത് ചെയ്യണം. അത് മദ്രസ മുഖേനയോ അല്ലെങ്കിൽ മറ്റു മുഖേനയോ എങ്ങനെയും ഈ ഒരുമയായിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ തലമുറ കഴിഞ്ഞു പോകുന്നതിൻ്റെ മുമ്പായിട്ട് സുന്നികൾ എന്ന് പറയുന്ന ഒരു കൂട്ടർ മാത്രമായി കഴിഞ്ഞാൽ അത് വലിയൊരു ബലമാണ്. നമ്മൾ അതിനെ സംബന്ധിച്ച് വലിയൊരു ബലമാണ്. ഒരു നാട്ടിൽ 2 മദ്രസകൾ, 2 പള്ളികൾ, 2 നേതൃത്വം. എന്താ പേര്? ഒന്ന് AP എന്നുള്ള ഇനീഷ്യൽ, ഒന്ന് EK എന്നുള്ള ഇനീഷ്യൽ. 2 പേരും അബൂബക്കർ മുസ്ലിയാർ, 2 പേരും പണ്ഡിതൻ, 2 പേരും മലയാദർശം, 2 പേരും മലയാശയം. പിന്നെ ഒരുമയ്ക്ക് എവിടെ ബ്ലോക്ക്? അതുകൊണ്ട് ബഹുമാനപ്പെട്ട വന്യരായ ആലിമായ ഷെയ്ഖുനയായ താജുൽ ഉലമ അബൂബക്കർ ഉസ്താദിൻ്റെ ജീവിതകാലത്ത് തന്നെ ആ ഒരുമ നടന്നു കഴിഞ്ഞാൽ നമ്മളെ സുന്നി കൈരളിക്ക് വലിയൊരു മുതൽക്കൂട്ടാണെന്ന് മാത്രം ഈ വീഡിയോ ഉണർത്തിക്കൊണ്ട് എൻ്റെ ഉള്ളിലെ ആകാംക്ഷ, എൻ്റെ ഉള്ളിലെ ആ മനം കുളിർക്കുന്ന ആകാംക്ഷ നിങ്ങളെ അറിയിച്ചു. നിങ്ങളെ കഴിയാവുന്ന എഴുത്തിലൂടെ, 2 അക്ഷരത്തിലൂടെ, 2 വാക്കിലൂടെ എങ്ങനെയെങ്കിലും ഈ ഒരുമക്ക് നമ്മളാൽ കഴിയാവുന്ന ഒരു കൈപൊക്കലോ, ഒരു നാക്ക് പൊക്കലോ, ഒരു പെനോ എഴുത്തോ ഈ ഒരുമക്ക് നമ്മൾ പ്രചോദനമേകണമെന്ന് മാത്രം ഉണർത്തുന്നു. അനീഫ കട്ടുപ്പാറ. അസ്സലാമു അലൈക്കും.